അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരു കഥ പറയാം. വെള്ളത്തലപ്പാവും വെള്ള വസ്ത്രവും ധരിച്ച് കോഴിക്കോട്ട് നിന്ന് വാഴക്കാട്ടേക്ക് ബസ് കയറാൻ കാത്തു നിൽക്കുകയാണ് കണ്ണിയത്തോർ. കയ്യിലുള്ളതാണെങ്കിൽ ഒരു നാണയത്തൊട്ട് മാത്രം. ഈ സമയത്താണ് ഉസ്താദിൻ്റെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. മറുത്തൊന്നും ചിന്തിക്കാതെ കയ്യിലുള്ളത് യാചകന് നൽകി. ഇനി നാട്ടിലേക്ക് എത്തണമെങ്കിൽ ഉസ്താദിന് നടന്നു പോകണം. മറ്റൊന്നും ആലോചിക്കാതെ ഉസ്താദ് നേരെ വാഴക്കാട്ടേക്ക് നടന്നു. നാട്ടിലേക്ക് എത്തിയപ്പോൾ ഭക്ഷണം കൊണ്ടുവരുന്ന ഖാദിം ഭക്ഷണവുമായി ഉസ്താദിനെ കാത്തു നിൽക്കുകയാണ്. ഉസ്താദെ, ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ ഖാദിമോട് കണ്ണിയത്തോർ പറഞ്ഞു, ഇന്ന് ഞാൻ ദർസ് നടത്തിയിട്ടില്ലല്ലോ. ദർസ് നടത്തുന്ന മുദരിസിനുള്ളതാണ് ഈ ഭക്ഷണം. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല, നീ കഴിച്ചോളൂ. ഖാദിം ഭക്ഷണം കഴിക്കാതെ വന്നപ്പോൾ ഉറങ്ങുന്ന കുട്ടികളെ വിളിച്ചുണർത്തി ദർസ് ഓതിക്കൊടുത്തു. ശേഷം ഉസ്താദ് പറഞ്ഞു, ഭക്ഷണം എടുത്തോ, ഇനി എനിക്കിത് ഹലാലാണ്. നമ്മൾ നിസ്സാരമായി കണ്ടതിനെ ഉസ്താദ് സൂക്ഷ്മതയോടെ ദർശിച്ചു. കാലം എത്ര മുന്നോട്ട് കടന്നു പോയെങ്കിലും കണ്ണിയത്തോർ ജനഹൃദയങ്ങളിൽ ഇന്നും കുടികൊള്ളുന്നു. ആ മഹാനവറുകളുടെ പേരിൽ ബദിയടുക്കയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമി. ഉസ്താദിൻ്റെ പേരിലുള്ള ആണ്ട് നേർച്ചയും പ്രഥമ സന്നദ്ധാന മഹാസമ്മേളനവും ഈ വരുന്ന ഡിസംബർ 4, 5, 6 തീയതികളിലായി നടത്തപ്പെടുകയാണ്. ആ ഒരു മഹാസംഗമത്തിൻ്റെ ഭാഗമാവാൻ നിങ്ങളുമുണ്ടാവണം. ഇൻഷാ അല്ലാഹ് നാഥൻ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.